ഇത് നമ്മളെ തോമസ് ഏട്ടൻ്റെ വീട്. ഒറ്റക്ക് വലിയൊരു ഗുഹ കൊത്തി ഉണ്ടാക്കിയ ഒരു തോമസ് ഏട്ടൻ്റെ വീടായത്. അവിടെ പറമ്പും കാര്യങ്ങളെല്ലാം അപ്പുറ സൈഡുണ്ട്. അദ്ദേഹത്തിന് പിന്നെ ഉണ്ടാക്കിയ ഗുഹ ഇവിടെയാണ്. ആ കാണുന്ന ഗുഹയാണ് ഇവരുണ്ടാക്കിയത്. അതിൻ്റെ ഒരു വേറൊരു എൻട്രൻസ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എക്സിറ്റ് വേണമെന്ന് പറയാം. അതിവിടെയുണ്ട് ഒന്നും കൂടി. ഇതിൻ്റെ അപ്പുറത്ത് വലിയൊരു ചെങ്കൽക്കുന്നാണ്, അതിൻ്റെ ഉള്ളിലാണ് അദ്ദേഹം ചെയ്തത്. ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് റബ്ബർ പ്ലാന്റിംഗ് ആണുള്ളത്, പ്ലാന്റേഷൻ. ഇദ്ദേഹത്തിന് കിട്ടിയ ഒരുപാട് അവാർഡ്സുകളാണ്, പലതരത്തിലുള്ള അവാർഡുകൾ. നാഷണൽ സർവീസ് സ്കീമിന്, NSSൻ്റെ, INC, അങ്ങനെ പലതരത്തിൽ, ഫ്രീഡം ഗ്രൂപ്പ്, ഇങ്ങനെ പലതരത്തിലുള്ള അവാർഡുകളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പെടേനക്കടുത്ത് പെരുവാമ്പയിലുള്ള ഒരു കേവാണിത്. നമ്മളിത് തോമസ് ഏട്ടൻ തനിച്ച് ചെയ്തതാണ് ഈ വർക്കൊക്കെ. നമ്മളിന്ന് നമ്മൾ ടീമായിട്ടൊരു യാത്രയിൽ ഇതും കൂടി ഉൾപ്പെടുത്തിയാണ്. മൊയ്തി സാറും ഷെരീഫ് സാറൊക്കെ ഉണ്ട്. പിന്നെ പുറത്ത് നല്ല ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭംഗിയായിട്ടുള്ള ഒരു ആർച്ച് ഷേപ്പിൽ ഈ ഒരു കേവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തോമസ് ഏട്ടൻ എത്ര വർഷം എടുത്തെന്ന് പറഞ്ഞേ? 2 വർഷമായിട്ട് കംപ്ലീറ്റ് വർക്കിലാണ് ഈ സംഭവം കംപ്ലീറ്റ് ചെയ്തത്. ഇങ്ങനെ ആർച്ച് ഷേപ്പിൽ വളരെ നൈസായിട്ട് നല്ല ഭംഗിയായിട്ട് ഈ സാധനം ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ എൻട്രൻസിൽ കയറി കഴിഞ്ഞ പാട് ലെഫ്റ്റ് സൈഡ് ഒരു വഴിയുണ്ട്, അതുപോലെ റൈറ്റ് സൈഡിലൊരു വഴിയുണ്ട്. പിന്നെ നമ്മുടെ ടീമായിട്ട് ബഷീർക്കുണ്ട്, അതുപോലെ ഷാഫി, എല്ലാവരും ഉണ്ട്. നമ്മളിങ്ങനെ ഇതിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ലൈറ്റൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. ഓരോ സ്ഥലത്ത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ അടുത്ത വഴി ഇങ്ങനെ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഇവരെ വീടിൻ്റെ സൈഡിലേക്ക് തന്നെ എത്തുന്നുണ്ട്. ഇതിവിടെ വേണമെങ്കിൽ രണ്ടാമത്തെ എൻട്രൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ഒറ്റൊരു ആർച്ച് ഷേപ്പിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരാൾക്ക് നിൽക്കാനും പിന്നെ എന്നാലും ഒരു 7 അടിയെങ്കിലും ഹൈറ്റ് ഉണ്ടാവും. ഇത് വേറൊരു വഴി, ചെറിയൊരു ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് ഇതിനുള്ളിൽ. ആ ലാറ്ററൈറ്റിൻ്റെ മൊത്തം കല്ലിൻ്റെ ചരലിൽ കംപ്ലീറ്റ് തന്നെയാണ് ലാറ്ററൈറ്റ്. ഇവിടെയൊക്കെ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള കല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ തോമസ് ഏട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വണ്ടർഫുൾ എന്ന് വെച്ചാൽ തോമസ് ഏട്ടന് ഇതിന് ഒരു പിക്കാസ് പോലും കൊത്താനോ അല്ലെങ്കിൽ ഒരു അർബാനയിൽ മണ്ണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം വേറെ ഒരാളെയും ഇതുവരെ സഹായത്തിന് കൂടിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ടൂൾസൊക്കെ ഇവിടെയുണ്ട്. ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് ഇവിടെ ഇങ്ങനെ ലൈറ്റോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വർക്ക് ചെയ്യാനായിരിക്കും. പിന്നെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ഗോൾഡൻ കറങ്ങുന്നുണ്ടല്ലോ. ഇപ്പോൾ തടിച്ചേ ഇതല്ലേ നമ്മൾ പോയത്? യെസ്. ഈ ആർച്ച് ഷേപ്പിലുള്ള ഇതിൻ്റെ ഉള്ളിലേക്കൂടെയുള്ള തണുപ്പ് ഭയങ്കര ടച്ച് ചെയ്യുന്നു. ഇങ്ങോട്ടോ ഇതിവിടെ വരെ ഉള്ളൂ അല്ലേ? യെസ്. നമ്മൾ ടിപ്പുവിൻ്റെയും അതുപോലെ പലതരത്തിലുള്ള കോട്ടകളെല്ലാം കാണുന്ന സമയത്ത്, ഗുഹയിലേക്ക് കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു ഫീലാണ് ഇപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ നമുക്ക് നേരത്തെ എൻട്രൻസിൽ കണ്ട കയറിയപാടുള്ള റൈറ്റ് സൈഡിലേക്കുള്ള വഴിയാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡേ പോയത്. ഇതിവിടെ എത്തിക്കഴിഞ്ഞാൽ അഗെയിൻ ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ എക്സിറ്റിലേക്ക് എത്തും. അടിപൊളി. ഏതായാലും വണ്ടർഫുൾ എക്സ്പീരിയൻസ്. സൂപ്പർ. പണയിലെ പോലത്തെ കല്ലായി. പണ്ട് കാലത്ത് ഈ കല്ല് ഇതുകൂട്ട് കല്ല് കൊത്തിട്ട വീട് വെച്ചത്. ഇതിന്റെ ഈ പഴയ കല്ലെല്ലാം ഇതിന്റെ ബേക്കിൽ അടിച്ചിട്ട് പഴയ കല്ലോട്ട് കെട്ടിയതാണ്. ഇതിന്റെ മേലെ ഫുൾ റബ്ബറാ. അതല്ലേ പുറത്തോട്ടാ ഈ തർക്കത്തിന്റെ മേലെ. അതുകൊണ്ട് നല്ല AC ആണല്ലേ. പിന്നെ ശരിക്കും സ്ഥലം എവിടെയാ, നാട് എവിടെയാ? ഈ സ്ഥലത്തിന്റെ പേര് അല്ല, നാട് എവിടെയാ താങ്കളുടെ? നാടെന്ന് പറഞ്ഞാല് നമ്മളൊക്കെ ആലക്കോട്. അവിടെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവിടുന്ന് പിന്നെ ഒരു 1ാം ക്ലാസ് പഠിച്ചോണ്ടിരിക്കുമ്പോ പേരാമ്പ്ര, കോഴിക്കോട് ജില്ല പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് പിന്നെ ഒരു അണക്കെട്ടൊക്കെ, പെരുവണ്ണാമൊഴി അണക്കെട്ട്, കുറ്റിയാടി, അതൊക്കെ വെള്ളം കയറിയപ്പോൾ പിന്നെ പുളിങ്ങോത്ത് വന്നു. അത് 70 പുളിങ്ങോത്ത് നിന്ന് പിന്നെ 82 ഇവിടെ വന്നത് പെരുവാമ്പ എന്ന് പറഞ്ഞത്.
ഇവിടെ വന്നിട്ട് ഇവിടെയൊക്കെ കൃഷി പറയണ്ടോ നിങ്ങൾക്ക്? അടയ്ക്കയും കാര്യങ്ങളൊക്കെ കാണുന്നുള്ള 4 ഏക്കർ സ്ഥലമുണ്ട് അല്ലേ? എത്ര മക്കള്? 2 പേര്. എന്ത് ചെയ്യുന്നു അവർ 2 പേരും ഒരുത്തൻ ബാങ്കിങ്ങാ, ബാങ്കിങ്, സിംഗപ്പൂർ. സിംഗപ്പൂർ. ഇളയവൻ പിന്നെ ആനിമേഷനായിരുന്നു. അനിമേഷൻ. അപ്പോൾ ഇവിടെ അയർലൻഡിൽ അല്ലേ? 5-8 മാസമായുള്ളൂ. ഓ. അപ്പൊ ഏതായാലും പിന്നെ തോമസ് ചേട്ടന്റെ ഈ ഒരു പ്രയത്നം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി എന്താ ഒരു ഇൻസ്പിറേഷൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ? ഇങ്ങനെ വർക്ക് ചെയ്യാൻ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ വിദേശത്ത് പോയത്.